ഒമാനിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലബാർ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. ഒമാനിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള 100-ലധികം നിക്ഷേപകരും വ്യവസായ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഹാളിലായിരുന്നു പരിപാടി. ഒമാനും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പുതിയ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യം വെച്ചാണ് നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചത്. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ വൈസ് ചെയർമാൻ എഞ്ചിനീയർ ഹമൂദ് സാലിം അൽ സാദി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ പ്രശാന്ത് പിസെ വിശിഷ്ട അതിഥിയായിരുന്നു. ചേംബർ ഓഫ് കൊമേഴ്സിലെ ആദ്യ വിദേശ അംഗവും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റി ചെയർമാനുമായ അബ്ദുൽ ലത്തീഫ് ഉപ്പള മുഖ്യ പ്രഭാഷണം നടത്തി. ഒമാനിലെ നിക്ഷേപ സാധ്യതകൾ, വ്യവസായ സൗഹൃദ അന്തരീക്ഷം, വിദേശ നിക്ഷേപകർക്ക് ലഭ്യമായ അവസരങ്ങൾ എന്നിവ അദ്ദേഹം വിശദീകരിച്ചു. വിവിധ മേഖലകളിലെ വിദഗ്ധർ ഒമാനിലെ നിക്ഷേപ സാധ്യതകൾ, സർക്കാർ നൽകുന്ന പ്രോത്സാഹന പദ്ധതികൾ, ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ, സംരംഭകർക്ക് ലഭ്യമായ പിന്തുണ എന്നിവയെക്കുറിച്ച് വിശദമായ അവതരണങ്ങൾ നടത്തി. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റി വൈസ് ചെയർമാൻ ഡോക്ടർ ഡേവിസ് കല്ലൂക്കാരൻ മോഡറേറ്ററായ പാനൽ ചർച്ച ഏറെ ശ്രദ്ധേയമായി. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ തോമസ് അലക്സാണ്ടർ, അഹമ്മദ് സുബാനി, ചെയർമാൻ അബ്ദുൽ ലത്തീഫ് ഉപ്പള എന്നിവർ പ്രതിനിധികൾക്ക് സംശയങ്ങൾക്ക് മറുപടി നൽകി. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ചെയർമാൻ സുഹൈൽ ഖാൻ, ഡോക്ടർ യൂസഫ് അൽ ബലൂഷി തുടങ്ങിയവർ സംസാരിച്ചു. മലബാർ വിംഗ് കൺവീനർ നൌഷാദ് കക്കേരി സ്വാഗതവും കോ കൺവീനർ സിദ്ദീഖ് ഹസൻ നന്ദിയും പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.